ലത സൃജുക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മട്ടർ പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടർ പനീർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു 2 വലിയ സവാള മുറിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ല ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ അത് വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി കഷ്ണം അല്ലെങ്കിൽ വെളുത്തുള്ളി കഷ്ണമൊക്കെ ഇട്ടാലും മതി. ഞാനിവിടെ പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഒന്ന് അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അത് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി അതിലേക്ക് ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള പറഞ്ഞില്ലേ ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് അത് കുറച്ച് കൂടുതൽ നേരം തന്നെ അത് ഇതിൽ വെക്കേണ്ടി വരും. പിന്നെ ഇനി അതിലേക്ക് ഞാൻ ഒരു 3 വലിയ ടൊമാറ്റോ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്ത് വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇത് വേഗം ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തുറന്നപ്പോൾ അത് ഒരുവിധം സോഫ്റ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാണ്. തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ജീരകം ഒന്ന് പൊട്ടി വരും. പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത്, അതായത് സവാളയും തക്കാളിയും എല്ലാം കൂടി നമ്മൾ ഒന്ന് വതക്കിയിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം ഒന്ന് അരച്ച് എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ജീരകം പൊട്ടിച്ചിട്ടുള്ള ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടത് അതിന് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ മിക്സിയിൽ തന്നെ അരച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് കഴുകിയിട്ടുള്ള അതിൻ്റെ വെള്ളം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ച പീസ്, ഞാനത് ഗ്രീൻ പീസ് തന്നെ ആണ്, ഡ്രൈഡ് അല്ല, ഗ്രീൻ പീസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 200 ഗ്രാം പനീർ മുറിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഇതാക്കണമെങ്കിൽ ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കസൂരി മേത്തി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ
അതിലേക്ക് മല്ലിയില ചെറുതാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ മട്ടർ പനീർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മട്ടർ പനീർ ആണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.